അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ രേണു സുധിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു വീഡിയോ ആണ്. അതായത് സുധിച്ചേട്ടൻ്റെ മൂത്ത മകൻ കിച്ചു സുധിലയത്തിലേക്ക് തൻ്റെ അനുജനെ കാണാനായിട്ട്, അതായത് ഋതപ്പനെ കാണാനായിട്ട് പോകുന്ന ഒരു വീഡിയോ ആയിരുന്നു. അതൊരു വ്ളോഗ് പോലെയായിട്ട് ചെയ്തിട്ടുണ്ട്. അനിയനെ പുറത്ത് കൊണ്ടുപോയി ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നതായാലും അവന് ചെരുപ്പ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്നതായാലും ഉള്ള ഒരു വീഡിയോ ആണ് ചെയ്തത്. എനിക്ക് ആ വ്ളോഗ് ഞാൻ മുഴുവനായിട്ട് കണ്ടതാണ്. എനിക്ക് അതിൻ്റെ അകത്ത് കിച്ചു ആ വീട്ടിലേക്ക് കയറി പോകുമ്പോൾ എനിക്ക് തോന്നിയത് ഒരു സ്വന്തം വീട്ടിലേക്കാണ് പോകുന്നതെങ്കിലും മറ്റേതോ വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പോകുന്ന പോലെയൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ആ വീട്ടിൽ കിച്ചുവിന് വലിയ റോളൊന്നും ഇല്ലാത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഫസ്റ്റ് തന്നെ കയറി പോകുമ്പോൾ തന്നെ അവരാരോ ബന്ധുക്കളോ മറ്റാണ്. പുറത്ത് വന്ന ശേഷമൊന്നും കിച്ചുവിനോട് അങ്ങനെ ഒരു മിണ്ടുന്ന പോലെയായിട്ടോ അങ്ങനെ പോയിട്ടും തോന്നിയിട്ടില്ല. മറ്റാരും ആ വീട്ടിൽ കയറി ചെന്ന പോലെയായിട്ടാണ് എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ തോന്നിയത്. ഇത് എൻ്റെ അഭിപ്രായമാണ്, എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറയുന്നത്. കിച്ചു അവിടെ പോകുമ്പം രേണു അവിടെ ഉണ്ടായിരുന്നില്ല. രേണു അവിടെ ഷൂട്ടിനും അങ്ങനെ മറ്റോ പോയതായിരിക്കും. ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും രേണു പോയിട്ട് കിച്ചുവിനോട് വർത്തമാനം പറയുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു. പക്ഷേങ്കിൽ കിച്ചു അതിൻ്റെ അകത്ത് കയറിയ ശേഷം കിച്ചുവിൻ്റെ അനിയൻ ഋതപ്പൻ കിച്ചുവിനെ വിളിച്ചുകൊണ്ട് പോയി എല്ലാ റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കിച്ചു ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോൾ എത്രയല്ല പഠിക്കുന്നത്? അപ്പോൾ 1ാം ക്ലാസ്സിൽ നിന്നൊന്നും പറയുന്നുണ്ട്. എന്നാൽ ചേട്ടൻ എത്രയല്ല? അന്യോന്യം വലിയ കോണ്ടാക്റ്റൊന്നും ഇല്ലാത്ത പോലെയായിട്ടാണ് തോന്നിയത്. അങ്ങനെ ചോദിച്ചുകൊണ്ട് ഒരഭിപ്രായം പറഞ്ഞു. അതിന് ശേഷം ചേട്ടന് റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം, അച്ഛൻ്റെ ട്രോഫി കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഋതപ്പൻ കൂട്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് ആദ്യം ഒന്ന് കാണാം. എൻ്റെ അച്ഛനാ, അത് എൻ്റെ അച്ഛനാ. പറ പോട്ടെ. അറിയാലോ എല്ലാം. ഞാനും വരട്ടെ. ഇതാണോ ഋതപ്പൻ്റെ റൂം? ഇതാണോ ഋതപ്പൻ്റെ റൂം അല്ലേ? ഇതാണോ? ഫോട്ടോ കാണിച്ചാ? എന്തോ നീ തപ്പുന്ന? ആർക്കാ? എന്തോ ട്രോഫി? പാട്ട് പാടിയ ട്രോഫി. 10,000 ട്രോഫികളുണ്ടോ? ഓഹോ. ഫുഡ് കഴിച്ചോ? ഓഹോ. കണ്ടില്ലേ ആ കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു നല്ലൊരു കലാകാരന് കിട്ടിയ ട്രോഫിയൊക്കെ വച്ച സ്ഥലം കണ്ടില്ലേ? കട്ടിലിനടിയിലാണ് വെച്ചത്. ഒരു കീസിനകത്താക്കിയിട്ടാണ് കിട്ടിയ ട്രോഫിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. എന്നാൽ രേണുവിന് കിട്ടിയ എല്ലാ അവാർഡ്സിൻ്റെ ആയാലും എല്ലാ ട്രോഫികളും അവിടെ ഹാളിൽ തന്നെ ഒരു ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ മനസ്സിലായിക്കൂടെ എന്തൊരു ബോധമില്ലാത്ത ഒരു പരിപാടിയാണ് ഇപ്പോൾ ഈ കാണിച്ചിട്ടുള്ളത്. കാരണം സുധി എന്ന് പറയുന്ന കലാകാരൻ എന്നുള്ള ഇതിലാണ് രേണുവിനെ എല്ലാവരും അറിയപ്പെടുന്നത് തന്നെ. കൊല്ലം സുധിയുടെ ഭാര്യ എന്നുള്ള പേരിലായിരുന്നു രേണുവിനെ എല്ലാവരും അറിയപ്പെട്ടത്. അല്ലെങ്കിൽ രേണുവിനെ ആരും അറിയപ്പെടില്ലായിരുന്നു. അപ്പോൾ മുൻകാലത്തെ ഇൻ്റർവ്യൂവിലൊക്കെ ഞാൻ കണ്ടപ്പോൾ കയറുന്ന ഹാളിലൊക്കെ ആയിരുന്നു ആ ട്രോഫിയും കാര്യങ്ങളൊക്കെ വെച്ചത്. ഇപ്പോൾ അതിൻ്റെ സ്ഥാനം ഇപ്പോൾ കട്ടിനടിയിലായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ കൂടി ഇപ്പോൾ ഓൾറെഡി ഞാൻ വെച്ചിട്ടുണ്ട്. രേണുവിൻ്റെ ട്രോഫിയൊക്കെ കയറുന്ന ഹാളിൽ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെക്കുന്നത് ഉള്ളതൊക്കെ കണ്ടിട്ടില്ലേ? പിന്നെ രേണു കുറച്ച് മുന്നേ ഇട്ടൊരു വ്ളോഗ് കണ്ടിനായിരുന്നു. അതിൻ്റെ അകത്ത് രേണു ഓരോരോ സാധനങ്ങളും കൊല്ലം സുധിയുടെ ഓരോരോ സാധനങ്ങളായാലും അതിൻ്റെ അകത്ത് പരിചയപ്പെടുത്തുമ്പോൾ പറയുന്നുണ്ട്, ഇത് സ്റ്റാർ മാജിക്കിൽ ഇടാൻ വേണ്ടി വാങ്ങിയ ഷൂസാന്ന് പറഞ്ഞാൽ അതൊക്കെ വയ്ക്കുന്ന സ്ഥലം കണ്ടില്ലേ? പിന്നെ ഒരു ഫോട്ടോ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഫോട്ടോ ആണിത്. ഇത് സ്റ്റാർ മാജിക്കിലുള്ള ഇട്ട ഡ്രസ്സാണ്, അത് അവർക്ക് തിരിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നൊരു വീഡിയോ ഇട്ടിനായിരുന്നു. അതിൻ്റെ അകത്തുള്ള ഇട്ടിട്ടുള്ളൊരു ഫോട്ടോ രേണുവിൻ്റെ കൈവശം ഉണ്ടായിരുന്നു. പക്ഷെ അത് വയ്ക്കുന്നത് ഇവിടെ ആ ഷെൽഫിൻ്റെ മുകളിൽ. അത്രയ്ക്ക് സ്നേഹമാണെങ്കിൽ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോസൊക്കെ നമുക്ക് പ്രിയപ്പെട്ടവരുടെ ഫോട്ടോസ് ആയാലും നമ്മൾ ലാമിനേറ്റ് ചെയ്ത ശേഷം ഒന്നിക്കൽ നമ്മുടെ റൂമിൽ അല്ലെങ്കിൽ കയറുന്ന ഹാളിലൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കും. ഇതൊക്കെ വയ്ക്കുന്നത് ഷെൽഫിൻ്റെ മുകളിലൊക്കെയാണ്. എന്നിട്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണെന്ന് പറയുന്നതിനോടുകൂടി എനിക്ക് യോജിപ്പില്ല. കാരണം നമുക്ക് പ്രിയപ്പെട്ടവരത് നമ്മൾ എന്തിനേലും ഒന്നിക്കൽ നമ്മുടെ റൂമിൽ തന്നെ നമ്മൾ ലാമിനേറ്റ് ചെയ്ത് നല്ല
വൃത്തിയായിട്ട് നമ്മൾ വെക്കും, അല്ലെങ്കിൽ ഹോളിലോ അങ്ങനെ അത്രയും നല്ല സ്ഥലത്ത് നമ്മൾ സൂക്ഷിച്ച് വെക്കുള്ളൂ. പിന്നെ അതിൻ്റെ അകത്ത് ആ സ്പ്രേൻ്റെ കാര്യമായാലും ആ ഡ്രസ്സ്, ബാഗ് അതൊക്കെ കാണിച്ചിട്ടായിരുന്നു രേണു അന്നൊരു വീഡിയോ ഇട്ടത്. രേണു ആ സുധിച്ചേട്ടൻ്റെ ഇതായാലും ഫോട്ടോസായാലും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ആ വീഡിയോ അതൊന്ന് നിങ്ങൾ ആദ്യം കണ്ടു നോക്കൂ. അതിനുശേഷം നമുക്ക് അടുത്തത് പറയാം. ഈ ബാഗ് ഇതാണ് അവസാനമായിട്ട് കൊണ്ടുപോയ ബാഗ്. ഇതിൽ ബ്ലഡ് ഉണ്ട്, ചേട്ടൻ്റെ ബ്ലഡ് ഉണ്ട്, ഇതെല്ലാം ബ്ലഡാണ്. അപ്പം ഇതപ്പോൾ എല്ലാവരും ആ സമയത്ത് പറഞ്ഞു, അയ്യോ കത്തിച്ച് കളയണം, ബ്ലഡൊക്കെ പറ്റിയതാണ്. അപ്പം ഞാനും കിച്ചുവും പറഞ്ഞൊരു വാക്കുണ്ട്. കിച്ചുവിനോട്, അമ്മ നമുക്ക് അച്ഛൻ അവസാനമായിട്ട് തന്ന സാധനമാണ്, ഇത് നമ്മൾ കളയാൻ പാടില്ല. ഞാൻ പറഞ്ഞു ഒരിക്കലും കളയാൻ പാടില്ല, ആരെന്ത് പറഞ്ഞാലും ഇത് ഞാൻ കത്തിക്കില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞാൽ കഴുകി ഉപയോഗിക്കും. ഞാൻ കിച്ചു ആയാലും ഋതപ്പൻ ഓരോരോ കാര്യങ്ങളും ചേട്ടന് കാണിച്ചു കൊടുക്കുന്നുണ്ടല്ലോ, ഇത് ഇന്ന സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് വൃത്തിയെക്കുറിച്ചിട്ട് ഞാൻ പറയേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് മനസ്സിലാവും. കാരണം ഫുൾ തുണികളൊക്കെ വാരി വലിച്ചിട്ട പോലെയും ഒക്കെ ഉണ്ട്. രേണുവിനിപ്പോൾ സമയം ഉണ്ടാവില്ലായിരിക്കും, ഷൂട്ടിനും കാര്യങ്ങൾക്കൊക്കെ പോകേണ്ട തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേങ്കിൽ അവിടെ വേറെ ആൾക്കാരില്ല, അവർക്കൊക്കെ അതൊന്നും വൃത്തിയാക്കി വെച്ചുകൂടെ. കാരണം രേണുവായിട്ടുള്ള ഇൻ്റർവ്യൂസൊക്കെ അവരുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആരാ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല, ഏതോ ഒരാൾ പറയുന്ന പോലെ കേട്ടു, അവിടെ കയറി ചെല്ലാൻ പറ്റുന്നില്ല, അത്രയും സ്മെല്ലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആരാ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ അകത്ത് ഉള്ളത് ഒന്ന് നീറ്റാക്കി വെക്കാമായിരുന്നു. ആ കിച്ചുവിൻ്റെ ആ ബ്ലോഗിൻ്റെ അകത്ത് വന്ന ഒരു കമൻ്റ് ഉണ്ട്, ഞാൻ ആ കമൻ്റ് ഒന്ന് വായിക്കാം, ഞാനിവിടെ സൈഡിൽ കൊടുക്കുകയും ചെയ്യാം. ആ കമൻറ്റിൻ്റെ അകത്ത് ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്: രേണുവിനെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ, പക്ഷേ ഇക്കാര്യത്തിൽ പറ്റുന്നില്ല. ആ വീട് സുധി മരിച്ചപ്പോൾ സുധിയുടെ വൈഫിനും കുട്ടികൾക്കും കൂടി താമസിക്കാനാണല്ലോ അത് ചെയ്തു തന്നത്, അല്ലാതെ വൈഫിൻ്റെ വീട്ടുകാർക്ക് താമസിക്കാനല്ലല്ലോ. എന്നിട്ട് ഇപ്പോൾ കുടുംബം മൊത്തം ആ വീട്ടിലും കിച്ചു വിരുന്നുകാരനെ പോലെയുമാണ്. ആ വീട് ഒന്ന് വൃത്തിയായി പോലും സൂക്ഷിക്കുന്നില്ല. കുടുംബം മൊത്തം അട്ടിപ്പേറി കിടക്കുവല്ലേ, അപ്പോൾ ഒന്ന് വൃത്തിയാക്കിക്കൂടെ? കഷ്ടം. ഇതെല്ലാം കൂടി നോക്കുമ്പോൾ ഇത് ചെയ്തു തന്നവർ വിഡ്ഢിയാക്കപ്പെടുന്നു. എത്രയോ കലാകാരന്മാർ മരിച്ച വിധവമാർക്കൊന്നും കിട്ടാത്ത ഒരു ആനുകൂല്യങ്ങൾ ആ കുട്ടികളെ ഓർത്തല്ലേ കിട്ടിയത്. ഞാൻ ആദ്യമായാണ് രേണുവിനെ വിമർശിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഒരു ന്യായമാണെന്ന് എനിക്ക് തോന്നുന്നു. അതിന് 1200ഓളം പേര് അതിന് ലൈക്ക് ചെയ്തിട്ടുണ്ട്. അതിന് കുറേ ഇതായിട്ടും ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. 100% ശരിയാണ്, സത്യം എനിക്കും തോന്നി. മഴയാണ്, തുണിയൊക്കെ ഉണക്കാൻ ബുദ്ധിമുട്ടാണ്, അറിയാൻ പറ്റും. പക്ഷെ എന്നാലും മൊത്തം ഇട്ടേക്കണത് അറ്റ്ലീസ്റ്റ് തുണിയൊക്കെ ഒരു അഴ കെട്ടിയെങ്കിലും തൂക്കി ഇട്ടൂടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. അല്ല, വീട് വൃത്തിയാക്കി വെക്കുക എന്നുള്ള കാര്യത്തിൻ്റെ അകത്ത് 100% ആ കമൻറ്റ് ഇട്ട അവരുടെ കൂടെയാണ് യോജിക്കുന്നത്. കുടുംബക്കാർ താമസിക്കുന്നതൊന്നും അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. കാരണം രേണുവിൻ്റെ സഹോദരിയായാലും അമ്മയും അവരൊക്കെയല്ലേ താമസിക്കുന്നത്. അത് അത്ര വലിയ കുറ്റമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേങ്കിൽ ആ വീട് നല്ല നീറ്റായിട്ട് വെക്കാമായിരുന്നു. ഒരു അയലൊക്കെ കെട്ടി അവിടെയൊക്കെ ഇടായിരുന്നു. കാരണം കയറി ചെല്ലുമ്പം തന്നെ അവിടെ തുണിയൊക്കെ ഇട്ടിട്ട് ഒരു വൃത്തിയില്ലാത്ത പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേങ്കിൽ ഒരയലൊക്കെ കെട്ടിയിട്ട് അവിടെ തുണിയൊക്കെ ഉണക്കാനിടാമായിരുന്നു. അത് അക്കാര്യത്തിലൊക്കെ ഈ കമൻറ്റുമായിട്ട് യോജിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കമൻറ്റും കണ്ടു. അതിൻ്റെ അകത്ത് പറഞ്ഞത്, ശരിക്കും ആ വീട്ടിൽ കിച്ചുവും ചെറിയ മോനും രേണുവും നിക്ക് സുധിയുടെ മക്കൾക്ക് കിട്ടിയതല്ലേ. കിച്ചു ഇപ്പോൾ അവിടെ വിരുന്നുകാരനെ പോലെ വന്നിട്ട് പോകുന്നു, കാണുമ്പോൾ തന്നെ വിഷമമാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. കാരണം ഒരു മറ്റാരോ കയറിപ്പോകുന്ന പോലെയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതെന്താണെന്നറിയില്ല, എൻ്റെ ഒരു അഭിപ്രായമാണ്. പക്ഷേങ്കിൽ അവരുടെ വീട്ടുകാർ അവിടെ നിൽക്കുന്നതിന് വലിയ കുറ്റമൊന്നുമില്ല. കാരണം കിച്ചു പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇപ്പോൾ കൊല്ലത്ത് താമസിക്കുന്നുണ്ടാവുക. രേണു മുന്നത്തെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, അവൻ ഇടയ്ക്ക് വരാറുണ്ട്, നിൽക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഓരോരാളുടെ അഭിപ്രായമായിട്ടാണ് പറയുന്നത്. പക്ഷേ ആ വീടൊന്ന് വൃത്തിയാക്കി വെക്കായിരുന്നു. എന്ത് തന്നെയായാലും അത് പുതുപുത്തനായിട്ട് അല്ല, ആ കൊടുത്ത ഇപ്പോൾ അധിക കാലമൊന്നും ആയില്ലല്ലോ ആ വീട് അവർക്ക് കിട്ടിയത്, അവർ താമസിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേങ്കിൽ അതിപ്പോൾ കുറേ വർഷമായിട്ട് താമസിക്കുന്ന പോലെയായിട്ടാണ് തോന്നുന്നത്. കാരണം അത്ര വൃത്തിയില്ലായ്മ ആ വ്ളോഗ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ കുറച്ച് നീറ്റായിട്ട് വെക്കാമായിരുന്നു. പിന്നെ കമൻറ്റിൻ്റെ അകത്ത് പിന്നെ പറയുന്നത് വെച്ചാൽ, സുധിക്ക് കിട്ടിയ ട്രോഫികൾ കട്ടിൻ്റെ അടിയിൽ,
എന്നാൽ രേണുവിന് കിട്ടിയ ട്രോഫികളൊക്കെ ഹോളിൽ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കമൻ്റ് ഇട്ടിട്ടുണ്ട്. കാരണം ആ സുധിക്ക് കിട്ടിയ അംഗീകാരം, അതും ഒരു കലാകാരൻ തന്നെയാണല്ലോ, ആ കലാകാരൻ്റെ പേരിലാണല്ലോ ഇപ്പോൾ അറിയപ്പെടുന്നത്. അപ്പോൾ ആ കലാകാരൻ മരിച്ചതിൻ്റെ പേരിലാണല്ലോ വീടില്ലാത്ത കുട്ടികളെ ഓർത്തിട്ടായാലും ഇവർക്ക് വീടൊക്കെ വെച്ച് കൊടുത്തത്. അപ്പോൾ ആ കലാകാരന് കിട്ടിയ ട്രോഫി ഒന്നുമില്ലെങ്കിൽ ഹോളിൽ രേണുവിന് കിട്ടിയ ട്രോഫീൻ്റെ കൂടെ എങ്ങും വെക്കാമായിരുന്നില്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിലെങ്ങും വെക്കാമായിരുന്നില്ല? ഒരു മേശ ഒക്കെ വെച്ച് അതിൻ്റെ മുകളിലെങ്കിലും വെക്കാമായിരുന്നില്ല? ഇത് വച്ചിരിക്കുന്ന കലാകാരന്മാർക്കായാലും ആർക്കായാലും കിട്ടുന്ന ട്രോഫിയും കാര്യങ്ങളൊക്കെ വെക്കുന്നത് ബെഡിനടിയിൽ. അതോടൊന്നും ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. എന്ത് തന്നെയായാലും ആ വീടൊന്ന് നല്ല വൃത്തിയാക്കിയിട്ട് വെക്കാമായിരുന്നു. അതുപോലെ തന്നെ അവർക്ക് കിട്ടിയ ആ ട്രോഫീസ് ആയാലും നല്ല ഒന്നിലൊരു ഷെൽഫിലോ അങ്ങനെയൊക്കെ ആയിട്ട് സൂക്ഷിച്ച് വെക്കാമായിരുന്നു.